സോ ഹായ് ഫ്രണ്ട്സ്, ആസ് യു ഡിമാൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഏരിയ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നു, റെക്കോർഡ് ചെയ്യാനിരിക്കുന്നു, പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കി വെക്കാം, എന്തൊക്കെ തീർക്കാൻ പറ്റുന്നുള്ള കാര്യം നോക്കി വെക്കാം. വൺ തിങ് ഐ ക്യാൻ അഷ്യൂർ യു, എനിക്കറിയാം നിങ്ങളുടെ ഒരു ടൈമിൻ്റെ ഒരു വാല്യൂബിൾ, അതായത് നിങ്ങളുടെ ഒരു ടൈമിൻ്റെ ഒരു വാല്യൂ അറിയാം. സോ ബേസിക്കലി ഈ പറയുന്ന പോലെ എന്നോടൊപ്പം ഒരു 35 to 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഈ പറയുന്ന ഒരു പിക്ചർ എനിക്കൊരു തരാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. താഴെ ഇനി ഏത് ആക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഇടുക. ഫെമ, കോമ്പറ്റീഷൻ ആക്ട്, അങ്ങനെ അല്ലെങ്കിൽ കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റ്, അമാൽഗമേഷൻസ്, അതൊക്കെ നമുക്ക് നോക്കാമെന്ന് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. സോ വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആദ്യം കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കൂടുതലായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് സത്യം സ്കാമിന് ശേഷമാണ്. ഓക്കെ, സത്യം സ്കാമിനെ കുറിച്ചൊക്കെ ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. രാമലിംഗം രാജു ആണ് ഈ പറയുന്ന പോലെ തന്നെ സത്യം സ്കാമിൻ്റെ ഒരു പിന്നണിയിലുള്ള ഒരാളെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ സാധിക്കും. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റൈറ്റ്? സോ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ കമ്പനി ആരിൽ ത്രൂ ആണ് റൺ ചെയ്യുന്നത്? ദേ ആർ റൺ ത്രൂ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ദേ ആർ റെഫേർഡ് ടു ആസ് കോർപ്പറേറ്റ്സ്. ഓക്കെ, ഈ കോർപ്പറേറ്റ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പീപ്പിൾ കറക്റ്റായിട്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും സംസാരിക്കുന്നത് ഈ പറയുന്ന കോർപ്പറേറ്റ് ഡിസിഷൻ മേക്കിങ്സ് നടത്തുന്ന സമയത്ത് ഫെയർ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, പിന്നെ അതേപോലെ തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു 100% ആയിട്ട് കംപ്ലീറ്റ് കാണാതെ പഠിക്കുക എന്ന് പറയുന്ന രീതിയിലൊരു സംഭവം പോസിബിൾ അല്ല. സോ കുറേയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ, തള്ളാനല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ചില കീവേഡ്സ്, ചില കണ്ടൻറ്റ് ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോർപ്പറേറ്റ് ഗവേണൻസ്. എനിക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോർപ്പറേറ്റ് ഗവേണൻസിലോട്ടാണ് എനിക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, സംസാരിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക, ബാലൻസിങ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് കാണുന്ന അരുൺ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ അരുൺ ആക്ച്വലി എന്തുണ്ട്, അരുണിനൊരു ഫോർ എക്സാമ്പിൾ ഈ പറയുന്നുള്ളൊരു ബിരിയാണി ഷോപ്പുണ്ട്. അരുൺ ബിരിയാണി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഷോപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ബിരിയാണി ഷോപ്പിനകത്ത് പല പല രീതിയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ എംപ്ലോയീസും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അരുണിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് കൂട്ടിയിട്ട് ഡിവിഡൻഡ് നല്ല രീതിക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഇറ്റ്സ് ലൈക്ക് എ കമ്പനിയാണെന്ന് വിചാരിക്കാം, ബിരിയാണി ഷോപ്പ് കമ്പനിയാണ്. അപ്പോൾ ആ സമയത്ത് അരുൺ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സെല്ലിംഗ് പ്രൈസ് കൂട്ടുന്നു. സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ അത് ആരെ ബാധിക്കും, കസ്റ്റമേഴ്സിനെ ബാധിക്കും. കസ്റ്റമേഴ്സിന് അവിടെ നെഗറ്റീവ് ആയിരിക്കും അല്ലേ, കസ്റ്റമേഴ്സിന് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അരുൺ വിചാരിക്കുക എംപ്ലോയീസിനെ കൊണ്ട് ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കണം. പക്ഷേ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് അവിടെ കോംപ്രമൈസ്ഡ് ആവും. അപ്പോൾ ആക്ച്വലി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത് മനസ്സിലാക്കുക, ബാലൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് തമ്മിലൊരു ബാലൻസ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എന്നാൽ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിക്കോട്ടെ, നമുക്ക് ബിരിയാണിയുടെ പ്രൈസ് 70 രൂപയാക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല, അപ്പോൾ ഗ്യാസിൻ്റെ പ്രൈസ് ഒക്കെ വളരെ കൂടുതലാണ്. ഒരു ബാലൻസ് എന്നുള്ളൊരു 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? വല്ലാതെ അങ്ങ് കൂട്ടുന്നില്ല, വല്ലാതെ അങ്ങ് കുറയ്ക്കുന്നില്ല. ബാലൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കമ്പനി അഡോപ്റ്റ്സ് ട്രാൻസ്പെറൻറ്റ്, ലോജിക്കൽ ആൻഡ് ജസ്റ്റിഫയബിൾ പോളിസീസ് എഫക്റ്റിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. ഓക്കെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ലോജിക്കൽ ആയിട്ടുള്ള, ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള പോളിസീസ് ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, വിൻഡോ ഡ്രസ്സിംഗ് ഒന്നും ചെയ്യാതിരിക്കുക, ബാലൻസ് ഷീറ്റിനകത്ത് ഇല്ലാത്ത പ്രോഫിറ്റ്സ് കൂട്ടിക്കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, കഫേ കോഫി ഡേ എന്ന് പറയുന്ന ഒരു കമ്പനി, ഓക്കെ, മാളവിക ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് അതിൻ്റെ ഓണറായിട്ടുള്ള വിജയ് സിദ്ധാർത്ഥ് ഈ പറയുന്നത് സൂയിസൈഡ് ചെയ്തതിന് ശേഷം മാളവിക ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിലോട്ട് വരുന്നത്, മാനേജ്മെൻറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് കുറേ എംപ്ലോയീസിനെ അവർക്ക് ഈ പറയുന്ന പോലെ പിരിച്ചുവിടേണ്ടി വന്നു. ഡയറക്റ്റായിട്ട് ഇറങ്ങിപ്പോകാനല്ല പറഞ്ഞത്, എന്താ ചെയ്തത്, കറക്റ്റായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് നിങ്ങളെ ഫയർ ചെയ്യുന്നത്, നമുക്ക് കമ്പനിക്ക് ഒരു നല്ല കാലം വരുമ്പോൾ നിങ്ങളെ തിരിച്ചെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറയുകയാണ്. വിച്ച് മീൻസ് എ ട്രാൻസ്പെറൻസി, ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ, അതായത് എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ ഇതേപോലെ തന്നെ
ജസ്റ്റിഫൈ ദ ഇൻഡിപെൻഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ കൂടി കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ഓൾസോ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലാരിറ്റി വരുന്നുണ്ട്, ക്ലിയർ ആണ് എന്ന് എന്ത് ചെയ്യുന്നു, ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റാണെന്ന് കരുതുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട്? നെക്സ്റ്റ് പോയിന്റ് ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് ദി കമ്പനി. The resources belong to shareholders and thereafter to employees. Customers also affect the resources available if not properly used. ഈ റിസോഴ്സസ് ഒപ്റ്റിമം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫിസ് എന്ന് പറയുന്ന കമ്പനി റെഡ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിൽ. പക്ഷേ ഈ റെഡ് ക്യാൻ മാർക്കറ്റിൽ സക്സസ് ആയില്ല. പിന്നെ അടുത്ത വട്ടം അവരത് റെഡ് ക്യാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല. കാരണം റെഡ് ക്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ടുള്ള ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും കുറച്ച്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് റെഡ്യൂസ് റിസ്ക് ബൈ ഫോളോയിങ് റിസ്ക് മാനേജ്മെന്റ് ത്രൂ ഡ്യൂ ഡിലിജൻസ് പ്രോസസ്. മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ അവരുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് DD എന്ന് പറയും, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് സംസാരിക്കാനായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, സ്ട്രോങ് റിലേഷൻ ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിച്ച് എൻഹാൻസസ് വാല്യൂ ഓഫ് ദി കമ്പനി. സൊമാറ്റോൻ്റെ കേസിനകത്ത് അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു കസ്റ്റമർ പനീർ ടിക്ക ഓർഡർ ചെയ്തു, പക്ഷേ ചിക്കൻ ടിക്കയാണ് വന്ന്. ഇയാൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് വിളിച്ച് വെച്ചപ്പോൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പറഞ്ഞു, അതായത് ഞങ്ങളുടെ ചിക്കൻ ടിക്ക ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാളൊരു ബ്രാഹ്മണായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് കസ്റ്റമർ അജിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറിനുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഈ പറയുന്നത് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ട്രൈ ചെയ്യണം എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റാണെന്ന് കരുതുന്നു. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോർപ്പറേറ്റ് ഗവേണൻസ്. സെറ്റാണ്, ഓക്കെ, വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിലോട്ട് പോകുന്ന സമയത്ത് എ പ്രോപ്പർ ടൂൾ ഫോർ ട്രാൻസ്പെറൻസി എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ട്രാൻസ്പെറൻസി നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സ് കാര്യങ്ങൾ സപ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആ രീതിയിൽ കറക്റ്റായിട്ടുള്ള ബാലൻസ് ഷീറ്റ്, കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ആക്ച്വലി നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലോയിൽ പഠിക്കുന്ന മറ്റൊരു സെക്ഷനാണ് 129A, ദാറ്റ് ഇസ് പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ റിസൾട്ട്സ്. 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി ആയിട്ട് ലിസ്റ്റഡ് കമ്പനീസ് എന്ത് ചെയ്യണം, ലിസ്റ്റഡ് കമ്പനീസ് അല്ല, അൺലിസ്റ്റഡ് കമ്പനീസ് ഈ പറയുന്ന ROCയുടെ അടുത്ത് ഇത് ഫയൽ ചെയ്യേണ്ടതുണ്ട്. 129A പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ റിസൾട്ട്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ക്വാർട്ടർക്കും ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആണ് ഫയൽ ചെയ്യുന്നത്. പ്രൂഡൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള അഭിപ്രായം ഈ പറയുന്ന പോലെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിംഗ് അത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടാറ്റയുടെ കേസിനകത്ത്, ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിനകത്ത് ടാറ്റ നാനോ ഇറക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ കൺസിഡർ ചെയ്തു. ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രകൃതിനെ കൺസിഡർ ചെയ്തു. വിച്ച് മീൻസ് ആ രീതിയിലുള്ള ഒരു പ്രൂഡൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അവിടെ ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് എൻഹാൻസിങ് ദ വാല്യൂ ഓഫ് ദി എൻ്റർപ്രൈസ്. എപ്പോഴും നമ്മൾ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം, ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നോക്കണം. വാല്യൂ എന്ന് പറയുന്ന സമയത്ത് മോണിറ്ററി, റെപ്യൂട്ടേഷൻ, ഇമേജ്, ഗുഡ് വിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വാല്യൂ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പോയിൻ്റാണ് ഇന്നോവേഷൻ. നമ്മൾ അപ്ഗ്രേഡ്സും കാര്യങ്ങളും കൊണ്ടുവരിക. നോക്കിയുടെ കേസിനകത്ത് ഇന്നോവേഷനും കാര്യങ്ങളും നടന്നില്ല. അതുകൊണ്ട് നോക്കിയ എന്ന് പറയുന്ന കമ്പനി ഒബ്സലേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെ, നാടോടുമ്പോൾ നടുവേ ഓടിയില്ല, അല്ലേ. സോ ബേസിക്കലി ഇന്നോവേഷൻ ഡ്യൂറിങ് സംതിങ് ന്യൂ ഓർ ഡൂയിങ് ദ സെയിം തിങ് ഇൻ എ നോവൽ മാനർ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാനർ, ദ എസൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദി എൻ്റർപ്രൈസ്, അതിന് വേണ്ടിയിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പറയുന്നത് പോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളൊരു പോയിൻ്റാണ്. അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ആ രീതിയിൽ CSRന് വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വയ്ക്കുക. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ സെൻസിറ്റീവ് ആവുക എന്നുള്ളതാണ്. സൊസൈറ്റിയിലുള്ള ഇഷ്യൂസിനോട് എത്രത്തോളം സെൻസിറ്റീവ് ആവാൻ പറ്റും എന്നുള്ളൊരു പോയിൻ്റാണ് അവിടെ വരാനായിട്ടുള്ളത്. സെൻസിറ്റീവ് ആവുക എന്ന് പറയുന്ന സമയത്ത് KPMG ഫ്ലഡ് വന്ന സമയത്ത് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു. MA യൂസഫ് അലി പല സിറ്റുവേഷൻസിനകത്ത് പല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സോ സക്സസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഗോ ടുഗദർ. ഇപ്പോഴും സൊസൈറ്റിക്ക് അത്രയും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനീനെയാണ് നമ്മൾ ആൾക്കാരും വില വയ്ക്കും. സോ സക്സസ്ഫുൾ കമ്പനീസ് വിൽ ടേക്ക് ദംസെൽസ് അക്കൗണ്ടബിൾ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദേ ആർ മെനി കോമ്പിനേഷൻ ഓഫ് റിലേഷൻസ്, ദാറ്റ് ഇസ് വിത്ത് കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് എക്സെട്ര. ഓക്കെ, ഒരു സ്റ്റേക്ക് ഹോൾഡർക്ക് മാത്രം ഈ പറയുന്ന കമ്പനി എന്തായിട്ട് മാറില്ല, അക്കൗണ്ടബിൾ ആയിട്ട് മാറില്ല. എല്ലാവരോടും അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇന്നോവേഷൻ്റെ കേസിനകത്ത് വേറെ നമുക്കൊരു എക്സാമ്പിൾ റെഡ്ഡി ലബോറട്ടറീസിൻ്റെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. റെഡ്ഡി ലബോറട്ടറീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കോവിഡ് വന്ന സമയത്ത് കോവാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ളൊരു ടീമാണ് റെഡ്ഡി ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഓക്കെ, പ്രൊഫഷണലിസം ആൻഡ് സ്പെഷ്യലൈസേഷൻ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്നത് പോലെ തന്നെ ഉറപ്പുവരുത്തുക. അതായത് കോമ്പീറ്റൻസ്, നല്ല രീതിയിലുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, കോമ്പീറ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക.
ആൻഡ് ഓൾസോ സ്റ്റേക്ക് ഹോൾഡർ റെക്കഗ്നിഷൻ. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡറിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, ഇവർക്ക് വേണ്ടിയിട്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ എത്തിക്സും കോർപ്പറേറ്റ് ഗവേണൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, എത്തിക്സ് ഞാൻ എപ്പോഴും പറയും ഇറ്റ്സ് ലൈക്ക് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഇന്നർ സെൽഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ്. ലൈക്ക് റോബിൻഹുഡ് മൂവി നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ റോബിൻഹുഡ് മൂവിക്കകത്ത് ബിജു മേനോൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ബാങ്കിൽ വലിയ രീതിയിലുള്ള ഫ്രോഡ് ഉണ്ട് എന്നുള്ള കാര്യം ആര് തിരിച്ചറിയാണ്? നമ്മുടെ പൃഥ്വിരാജ് തിരിച്ചറിയുന്നത് ഇന്നർ സെൽഫിലുള്ള കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക, കുറച്ചും സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് പോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എത്തിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് കമ്പനിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ എത്തിക്സ് എന്ന് പറയാൻ പറ്റും. പേഴ്സണലായിട്ടുള്ള എത്തിക്സ് ആണ്, ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഇന്നർ സെൽഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ വിച്ച് റിഫ്ലെക്ട്സ് അറ്റ് ദ വർക്ക് പ്ലേസ്. പക്ഷേ ഇത് എന്താ, മെത്തേഡ് ഓഫ് ഗവേണൻസ് ഷുഡ് ബി ദ എത്തിക്കൽ വാല്യൂസ്, ബട്ട് ഈസ് ദ മെത്തേഡ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ്. ഇത് അപ്ലൈസ് അറ്റ് ഓൾ ലെവൽസ്. എ മാനേജർ ഹാസ് ടു ബി ഹോണസ്റ്റ് അറ്റ് എവറി ലെവൽ. ഇവിടെ എന്താണ്, ടോപ്പ് ലെവൽ, വിച്ച് മീൻസ് അറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ്. സോ കോർപ്പറേറ്റ് ലെവലിലാണ് ഇത് അപ്ലിക്കബിൾ ആകുക. കോർപ്പറേറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ മെയ്ഡ് അറ്റ് ഹയർ ലെവൽ ഓൺലി. ഇത് നാച്ചുറലായിട്ട് ഇൻബോൺ ആയിട്ട് വരുന്ന എമേർജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ട്രാൻസ്പെറൻസി പുലർത്തുന്നു, എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ CSR 135 പ്രകാരം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ഒബ്ലിഗേഷൻ, ഓക്കെ, ഇമ്പോസ്ഡ് ബൈ ലോ. ഇത് കാരണമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നാച്ചുറലാണ്, മറ്റേതാണ്. റെഗുലേഷൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, റെഗുലേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് നീഡ്സ് സ്ട്രിക്റ്റ് കംപ്ലയൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് റെഗുലേറ്റഡ് എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതൊക്കെയാണ് സംസാരിക്കാനുള്ളത്. എമർജൻസ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. പെട്ടെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് എന്ത് പ്രൊഡിക്റ്റ് ചെയ്യുന്നുള്ള കാര്യം സത്യത്തിൽ അറിയില്ല എന്ന് മാത്രമല്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ അറിയാം, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റിസ്ക്കിയാണ്, കുറച്ച് കൂടുതലായിട്ടുള്ള കണ്ടൻറ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് ഒരു ഓവറോൾ ആയിട്ടൊരു 35 മിനിറ്റ്സിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു ഡിസ്കഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഫാസ്റ്റായിരിക്കും ആ ഒരു പേസ് നിങ്ങൾ പിടിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് വന്നതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് കോർപ്പറേറ്റ് ഫെയില്യൂഴ്സ്. ഓക്കെ, കോർപ്പറേറ്റ് ഫെയില്യൂഴ്സ് സംഭവിച്ചു. അതായത് എന്താണെന്ന് വെച്ചാൽ അത് കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് മിസ്ട്രസ്റ്റ് സംഭവിച്ചു, വലിയ രീതിയിലുള്ള ഫെയില്യൂഴ്സ് സംഭവിച്ചു. സെറോക്സ്, എൻറോണൊക്കെ വലിയ സ്കാൻഡലാണ്, അങ്ങനെയുള്ള സ്കാനൽ സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഒന്ന് സ്കാം സംഭവിച്ചു. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ ആക്ച്വലി ദേ ആർ മോസ്റ്റ് ബോതേഡ്, ഭയങ്കര കെയർഫുൾ ആയിരിക്കും, കമ്പനിയെക്കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. സെക്കൻഡ് തിങ് എന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്, നമ്മളെപ്പോലെയുള്ള നോർമലി ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഓഫ് കമ്പനി ഇൻഫർമേഷൻ ഇൻ പബ്ലിക് ഡൊമെയിൻ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ മാറിക്കഴിഞ്ഞു. കമ്പനി പബ്ലിക് ഡൊമെയിനകത്ത് ഇപ്പോൾ നമുക്കിപ്പം MOA ആണെങ്കിലും AOA ആണെങ്കിലും ഒക്കെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ഡോക്യുമെൻ്റാണ്, പബ്ലിക് ഡോക്യുമെൻ്റാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിനകത്ത് ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പബ്ലിക് ഡൊമെയിനിൽ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് മാറേണ്ടതുണ്ട്. റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, SEBI LODR റെഗുലേഷൻസ്, പിന്നെ അതേപോലെ തന്നെ മറ്റ് 129 കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിഫൈങ് വാല്യൂസ് ടു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മൾ തന്നെ റിയലൈസ് ചെയ്ത് തുടങ്ങി നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വാല്യൂ കൊടുക്കണം എന്നുള്ള കാര്യം. ആൻഡ് ഓൾസോ നോൺ കംപ്ലയൻസ് ഓഫ് റെഗുലേഷൻസ് ബിക്കം വൈറ്റൽ ഡിസഡ്വാൻറ്റേജ് ഇൻ ദ അസസ്മെൻറ്റ് ഓഫ് ഗവേണൻസ് ലെവൽ. അതായത് പല കാര്യങ്ങളും റെഗുലേഷൻസ് നോൺ കംപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അബ്നോർമൽ വൊളാറ്റിലിറ്റി, ഷെയറിൻ്റെ പ്രൈസിനകത്ത് വൊളാറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ബെനഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പെട്ടെന്ന് നോക്കുക. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കേസിനകത്ത് നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും ബെസ്റ്റായിട്ട് ഗവേൺ ചെയ്യുന്നൊരു കമ്പനി മാത്രമേ ഗ്രോത്തും സ്റ്റേബിളുമായിട്ട് നിലനിൽക്കും. എക്സാമ്പിൾ കിറ്റക്സിൻ്റെ കേസിനകത്ത് കിറ്റക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്ക്മാനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വേസ്റ്റ് ഡിസ്പോസലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കിറ്റക്സ് എന്ത് ചെയ്തു, കേരളത്തിൽ നിന്ന് മാറി മറ്റ് സ്ഥലത്തോട്ട് മാറേണ്ടി വന്നു. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഇസ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലൈസേഷൻ. സെക്കൻഡ് പോയിന്റ്, റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി വിൽ എൻഹാൻസ് വൺ people know that you are honest and good governed company. എക്സാമ്പിൾ കിങ്ഫിഷർ, വിജയ് മല്യയുടെ കിങ്ഫിഷർ എന്ന് പറയുന്ന കമ്പനി റെപ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യുന്നു. കോർപ്പറേറ്റ് ഗവേണൻസ് നന്നായിട്ട് ചെയ്യുന്നൊരു കമ്പനിയാണെങ്കിൽ റെപ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനി അല്ലേ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ബെറ്റർ യൂസ് ഓഫ് ഫണ്ട്സ് ഓഫ് ദി കമ്പനി വിച്ച് മേ ബി ഫൈൻസ് കളക്റ്റഡ് ഫ്രം ദ പബ്ലിക് ബൈ ദി കമ്പനി ബൈ ദി മാനേജേഴ്സ്. ബെറ്റർ യൂസ് ഓഫ് ഫണ്ട് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ബെറ്റർ മാനേജർ ഓഫ് റിസോഴ്സസ് വിച്ച് ആർ അവൈലബിൾ ടു ദ കമ്പനി, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്.
ബെറ്റർ ഗവേൺഡ് എൻഷുവേഴ്സ് ലോങ് ടേം ആൻഡ് സ്റ്റഡി ഗ്രോത്ത് പറയുന്ന പോയിന്റ്. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ലാംഗ്വേജിൽ മനസ്സിലാക്കി വയ്ക്കുക. ഗ്രോത്ത്, സ്റ്റെബിലൈസേഷൻ, അല്ലേ, റെപ്യൂട്ടേഷൻ, സ്റ്റേക്ക് ഹോൾഡറിൻ്റെ കോൺഫിഡൻസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊരിക്കലും നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു വിഷയമല്ല. ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓൾസോ. ഓക്കെ, CMAയുടെ സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇൻ്ററിൽ പഠിച്ച സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റുമായിട്ട് വളരെ ബന്ധമുള്ളൊരു ചാപ്റ്ററാണിത്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഈ പറയുന്ന ലെവറേജ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു അലയൻസ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കൂടെ മാത്രമേ അവർ എന്ത് ചെയ്യും, ഉണ്ടാക്കൂ. സോ അലയൻസസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദിസ് ഇസ് ഓൺലി ഫോർ MCQന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. സ്റ്റുവർഡ്ഷിപ്പ് തിയറി, ഡയറക്ടേഴ്സ് ജസ്റ്റ് ഒരു ഏജൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഏജൻസി തിയറിയിലാണ് അത് പറയുന്നത്. മറ്റേ സ്റ്റുവേർഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് തിയറീസാണ്. ഞാൻ അധികം എടുക്കുന്നൊന്നുമില്ല ഈ കാര്യങ്ങളൊന്നും. ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ കമ്മിറ്റി മാത്രം എന്ന് പറയുന്നത്, ബട്ട് കുമാർ മംഗളം ബിർള കമ്മിറ്റി ഈസ് ലിറ്റിൽ ബിറ്റ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻസ് ഓഫ് കുമാർ മംഗളം ബിർള കമ്മിറ്റി. കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. അതിനകത്ത് തന്നെ കുമാർ മംഗളം ബിർള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്താണ് ഈ ലിസ്റ്റഡ് കമ്പനിയുടെ കേസിനകത്ത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. റെക്കമെൻഡേഷൻസ് ഏതെങ്കിലും ഒരു 7-8 പോയിൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം 7 to 8 പോയിൻറ്റ്സ്. കുറേ കാര്യങ്ങളൊക്കെ പലരുടെയും ഈ പറയുന്ന പോലെ തന്നെ മോറോർലെസ് സെയിം ആണ്. ഓക്കെ, മനസ്സിലാക്കുക. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ഓരോ പോയിൻ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓർ പൊട്ടൻഷ്യൽ ഡിഫോൾട്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് പാടില്ല. കൂടുതലായിട്ട് ഇവർ ഈ നോമിനൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനെയാണ്. ഡിഫോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫോൾട്ട് അങ്ങനെയുണ്ടെങ്കിൽ നോമിനൽ ഡയറക്ടറായിട്ട് എന്ത് ചെയ്യുക, അപ്പോയിൻറ്റഡ് ആവാം. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ മേ റേസ് ദെയർ വോയിസ് ആസ് ഷെയർ ഹോൾഡർ ഓൺലി. ഷെയർ ഹോൾഡറായിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യാൻ പറ്റൂ, അവർക്ക് വോയിസ് റേസ് ചെയ്യാൻ പറ്റും. ഇതാ സിമ്പിളായിട്ട് ആലോചിക്കാം. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി, ഓക്കെ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിലയൻസ് ആക്ച്വലി അധികം തിരിച്ചടയ്ക്കും, കാരണം അവർക്ക് അത്രയും ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ SBIയുടെ ഒരു വ്യക്തി, SBIയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് റിലയൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗമാവാൻ പാടില്ല. ഒരു ഷെയർ ഹോൾഡറായിട്ട് മാത്രമേ അവരുടെ വോയിസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? So that is about board of directors. Half of the director in the board should be independent, but where the chairman is non-executive, the outside directors may comprise 1/3 of the directors. ഓക്കെ, ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഹാഫ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ദി ബോർഡ്. 10 ഡയറക്ടർ ഉണ്ടെങ്കിൽ 5 പേര് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ബയാസ്ഡ് അല്ലാതെ, ചായ്വും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കത്തുള്ളൂ. ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ദി ഔട്ട്സൈഡ് ഡയറക്ടേഴ്സ് 1/3 ആവാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, കാരണം അപ്പോൾ ചെയർമാന് തന്നെ ഒരു എന്തുണ്ടായിരിക്കും, ഇൻഡിപെൻഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മനസ്സിലാക്കുക. കമ്പനീസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 10 crores ആൻഡ് നെറ്റ് വർത്ത് 25 crores വുഡ് ഹാവ് ടു അഡ്ഹെയർ ടു ദീസ് ഗൈഡ് ലൈൻസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ബൈ April 2000. കമ്പനീസ് ഫോർ ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 ഷോൾ കംപ്ലൈ വിത്ത് നോംസ് ബൈ April 2001. ഓക്കെ, ഈ പോയിന്റ് കട്ട് ചെയ്താലും കുഴപ്പമില്ല, പ്രശ്നമില്ല. അതായത് ഇത് പഠിക്കേണ്ട കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ, 7 പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ്, നമ്മൾ റിലേറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്, അതായത് ജസ്റ്റ് ആലോചിക്കുക. ഒരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ആണെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ അത് പറയാനുള്ള സമയമില്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവണമെങ്കിൽ നന്നായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ കുറേ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പാണ് എന്ത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടാവാൻ പാടില്ല, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഏതൊക്കെയാണ്, ഡിഫോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫോൾട്ട് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കണം. നെക്സ്റ്റ് എന്താ സംസാരിച്ച്, ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൾ ഷെയർ ഹോൾഡറായിട്ട് മാത്രമേ വോയിസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഈ പറയുന്ന ടോട്ടൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/2 എന്തായിരിക്കണം, ഈ പറയുന്നത് പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ചെയർമാൻ ഈ പറയുന്ന നോൺ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 1/3, ആ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ബി സെറ്റ് അപ്പ് ടു എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഓഡിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ഇൻഹറന്റ് റിസ്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനാണ് ഏത് ട്രാൻസാക്ഷൻ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ്.
അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ഒംനിബസ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടൊരു അപ്രൂവൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയാണ് കൊടുക്കുക. ആൻഡ് ഓഡിറ്റ് കമ്മിറ്റിയാണ് ഏത് ഓഡിറ്ററിനെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ചാണ് ഓഡിറ്റ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. ക്രെഡിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ഹാവ് എ മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, മെജോറിറ്റി ഓഫ് ദം ഇൻഡിപെൻഡൻറ്റ്. സോ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ മുകളിലാണ് കുമാർ മംഗളം ബിർള കമ്മിറ്റി കളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ ഷുഡ് ഹാവ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിംഗ് നോളേജ്. ദ കമ്മിറ്റി ഷുഡ് മീറ്റ് അറ്റ്ലീസ്റ്റ് 3 times in a year. ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ് ഒരു വർഷത്തിൽ 3 വട്ടമെങ്കിലും നടക്കണം. Audit committee will have to investigate the reasons for financial defaults by the companies, such as default to depositors, mature ആയിട്ടുള്ള ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്. എ റെമ്യൂണറേഷൻ കമ്മിറ്റി should be set up to determine the remuneration packages including performance linked incentives, stock options etc. of the executive director. എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലത്തെ സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടി റെമ്യൂണറേഷൻ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, എ കമ്മിറ്റി ഷുഡ് ബി ഫോം ടു സ്റ്റഡി ഇൻവെസ്റ്റർ കംപ്ലയിൻസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം ആലോചിക്കാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് ഈ പറയുന്നത് പോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൾ എവിടെ പാടില്ല? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പാടില്ല. എപ്പോൾ പാടും? ഇഫ് ദർ ഇസ് ഡിഫോൾട്ട് ഓർ പൊട്ടൻഷ്യൽ ഡിഫോൾട്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഷെയർ ഹോൾഡറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു സ്റ്റേക്ക് ഹോൾഡറാണ് ആരും ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മറ്റ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഇൻവെസ്റ്റർ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അതിന് പൈസയും കാര്യങ്ങളൊന്നും ഡെപ്പോസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഡിഫോൾട്ട് കാര്യങ്ങളൊക്കെ ഓഡിറ്റ് കമ്മിറ്റി അന്വേഷിക്കണം. ദി ചെയർമാൻ ഓഫ് ദീസ് കമ്മിറ്റീസ് ഷുഡ് ബി പ്രസന്റ് അറ്റ് AGMs ടു ആൻസർ ഷെയർ ഹോൾഡർ ക്വയറീസ്. ഓക്കെ, directors of these committees cannot members of more than 10 committees across companies and cannot chair for more than 5 committees പോട്ടെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ആനുവൽ റിപ്പോർട്ടിനകത്ത് എന്ത് വേണം? റെസ്യൂമി ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ന്യൂലി അപ്പോയിൻറ്റഡ് ഡയറക്ടേഴ്സ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്ടർഷിപ്പ് വഹിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സെക്ഷൻ 92 പ്രകാരമുള്ള ആനുവൽ റിട്ടേണിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കണം. കമ്മിറ്റി ഹാസ് മെയ്ഡ് സെവറൽ റെക്കമെൻഡേഷൻസ് വിച്ച് ആർ വോളണ്ടറി ആയിട്ടാണ്, അല്ലാതെ ബയാസ്ഡ് ആയിട്ടല്ല. The other recommendations which are non-mandatory made by committees are postal ballot should be used by the companies, confidentiality maintain ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു 7 പോയിന്റ് പഠിക്കുക, അത്രയൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാനായിട്ടുള്ളൂ. ഓക്കെ, മുന്നോട്ട് പോകുകയാണ് നമ്മൾ. വി ആർ മൂവിങ് എഹെഡ്. ഓക്കെ, മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ, അതായത് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. എങ്ങനെയൊക്കെയാണ് ഈ പറയുന്നത് പോലെ തന്നെ അസസ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെച്ചോളൂ. ഫോർമാറ്റ് ഫോർ കംപ്ലയിൻസ് റിപ്പോർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തോളൂ, നോക്കി വെച്ചോളൂ. അതൊന്നും എനിക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാല്ലേ, അതിനകത്തൊന്നും പറയാനായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ മുന്നോട്ട് പോകുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് എന്തുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് സംസാരിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഫാമിലി ഓൺഡ് കമ്പനീസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. അതായത് ഫുൾ ടൈം ഡയറക്ടേഴ്സ് ഓർ അതർ ഡയറക്ടേഴ്സ് ആൻഡ് സീനിയർ മാനേജ്മെൻറ്റ് ആർ എയ്തർ ഫ്രം ഫാമിലി ഓർ റിലേറ്റഡ് ടു ദ ഫാമിലി മെമ്പേഴ്സ്. വേറെ വല്ല ഫാമിലിത്തെ ആയിരിക്കും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന ആളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഫോർമേഷൻ ഓഫ് കോട്ടറി എന്ന് പറയുന്നത് വെച്ചാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ട്രസ്റ്റഡ് പേഴ്സൺസ് ഉണ്ടായിരിക്കും. ലൈക്ക് സിമിലർ ടു ദാറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യുക. കൺട്രോൾ ആൻഡ് ഓണർഷിപ്പ് ഈസ് ഡൈല്യൂട്ടഡ് വിത്ത് ഷെയർ ഹോൾഡിംഗ് ബീങ് ഡൈല്യൂട്ടഡ് ഓൺ പാസിംഗ് ഓഫ് ദി ജനറേഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലോട്ട് വരില്ല. അപ്പോൾ കൺട്രോൾ ഓഫ് ഓണർഷിപ്പ് ഡൈല്യൂട്ടഡ് ആയിട്ട് മാറും. പുതിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഷെയർ ഹോൾഡിങ്ങിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞ് വരും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും എഴുതാൻ പറ്റും. ഇതിൽ ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ്. അവർ ഈ ഹെഡിങ് ഒന്ന് കൊടുക്കും, പക്ഷേ താഴെ കൊടുത്തുള്ള കാര്യങ്ങളിലൊക്കെ പല രീതിയിലുള്ള എന്തുണ്ടായിരിക്കും, ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫീച്ചേഴ്സിനകത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് വെരി കോമൺ. വേർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രൊമോട്ടർ കോൺഫ്ലിക്ട്സ് ദ കമ്പനി ഇൻട്രസ്റ്റ്. പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കമ്പനിയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കോൺഫ്ലിക്റ്റ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജനതാ ഗാരേജ് എക്സാമ്പിളായിട്ട് എടുക്കാം. ജനതാ ഗാരേജിൻ്റെ അകത്ത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ, നമ്മുടെ ലാലേട്ടൻ്റെ മകൻ, മൂപ്പർക്ക് തന്നെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ വേറെ ഭയങ്കര പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. ആ ടൗൺഷിപ്പ് മറ്റേ ചങ്ങാതിയൊക്കെ ഇട്ട്, അയാളുടെ പേരറിയില്ല, പക്ഷേ അയാളൊക്കെ ഇട്ട് ഈ പറയുന്നത് പോലത്തെ ലിങ്ക് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി. ഹൗർ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ആസ് പെർ ദ ആക്ട് ടു അവോയ്ഡ് ലീഗൽ കോംപ്ലിക്കേഷൻ. ഇമോഷൻസ് ആർ അറ്റാച്ച്ഡ്, ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ഫാമിലി മെമ്പേഴ്സാണ് ആൻഡ് ദെർഫോർ സം ഡിസിഷൻസ് ആർ ടേക്കൺ വിച്ച് മേ നോട്ട് മാനേജറിയലി കറക്റ്റ് ആയിരിക്കില്ല അല്ലേ. നമ്മുടെ ബാഹുബലി മൂവിയിൽ ഉണ്ടല്ലോ. ഓക്കെ,
where family members are united, non-family directors or managers are defunct. Defunct means എന്താണെന്ന് വെച്ചാൽ not active in decision making process. Where family is divided, there are more problems like confusion in leadership, ആരെ ഏറ്റെടുക്കും, delay in decision making, distrust of outside stakeholders, etc. Stability, reputation and performance is effective. Some families have clear-cut role of the family members in business with structured succession planning. Pingami, succession means pingamigal. Allotment of each company to each member to avoid conflict. ഓക്കെ, ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ധിരുഭായ് അംബാനി മരിക്കുന്ന സമയത്തെ നമ്മുടെ മുകേഷ് അംബാനിയും പിന്നെ അതുപോലെ തന്നെ അനിൽ അംബാനിയും കൂടി ഉൾപ്പെട്ടിട്ട് ഒരു എന്തുണ്ടായിരുന്നു, ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് അവരുടെ അമ്മയായിരുന്നു സാക്ഷി. അത് പ്രകാരം ചില ബിസിനസ് ചേട്ടനും ചില ബിസിനസ് അനിയനും കൊടുത്തു. എന്നിട്ടാണ് 2013-14 അനിൽ അംബാനി പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുകയാണ്. അപ്പം മുകേഷ് അംബാനി അനിൽ അംബാനി സഹായിച്ചു. എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടല്ല. മുകേഷ് അംബാനി പറഞ്ഞ ഡയലോഗ് ഇത്രയേ ഉള്ളൂ. അതായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ പറയുന്ന എഗ്രിമെൻറ്റിലത്തെ ദയവ് ചെയ്തിട്ടൊന്നുമല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു എഗ്രിമെൻറ്റിലത്തെ ടേംസ് ബ്രേക്ക് ചെയ്യണം. എനിക്ക് ഈ പറയുന്ന ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി അതിൻ്റെ അവകാശം എനിക്ക് വേണം. ധിരുഭായ് അംബാനി ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ക്ലോസ് വെച്ചതെന്ന് വെച്ചാൽ, പിന്നെ മക്കൾ തമ്മിൽ തല്ലുകൂടരുത് എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് പിന്നെ അത് ടെലി കമ്മ്യൂണിക്കേഷൻ മുകേഷ് അംബാനിക്ക് കൊടുത്തു. എന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ജിയോ വരുന്നതൊക്കെ. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു എന്തുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു അഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ക്ലിയർ കട്ട് റോൾ ഉണ്ടായിരിക്കും. പേഴ്സണൽ ഇമേജ് ഓഫ് ചെയർമാൻ ഓർ MD ഓർ ഡയറക്ടേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് ഡിറ്റർമിൻസ് എ റെപ്യൂട്ടേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അയാളുടെ ഈ പറയുന്നത് പോലത്തെ ഇമേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റ അല്ല, രത്തൻ ടാറ്റ എത്ര നല്ല മനുഷ്യനാണ്. ഓക്കെ, മെനി ഹാർഡ് കോർ പ്രൊഫഷണൽ അവോയ്ഡ് വർക്കിംഗ് ഇൻ ഫാമിലി ബിസിനസ് ഫോർ ഒബ്വിയസ് റീസൺസ്. ഓക്കെ, ഡെത്ത് ഓർ ഡിസബിലിറ്റി ഓഫ് സീനിയർ മെമ്പർ റിസൾട്ട്സ് ടു ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ക്രൈസിസിലോട്ട് ഇപ്പോൾ ടാറ്റയൊക്കെ അനുഭവിക്കുന്ന ഇഷ്യൂസാണ്. ഓക്കെ, സോ അതൊക്കെയാണ് സംസാരിക്കാനായിട്ടുള്ളത്. സോ ഈ ഫാമിലി ബിസിനസ് അത്യാവശ്യം ഒന്ന് പഠിക്കുക, എസ്പെഷ്യലി ഫീച്ചേഴ്സ്, ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, യാ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ടുള്ളത് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ പറയുന്ന ESG ഓഡിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്തൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇതും കൂടെ പറഞ്ഞു തരാം കേട്ടോ. നാഷണൽ ഗൈഡ് ലൈൻസ് ഓൺ റെസ്പോൺസിബിൾ ബിസിനസ് കണ്ടക്ട്. ഓക്കെ, ഇതിലത്തെ 2 പ്രിൻസിപ്പിളിനെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ തന്നെ മുൻപ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള എന്തുണ്ട്, ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പം പോസിബിൾ അല്ല. ജസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പിളിൻ്റെ ഹെഡിങ് കാണാതെ പഠിക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ എഴുതുക. ആ രീതിയിൽ വേണം, ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, businesses should conduct and govern themselves with integrity and in a manner that is ethical, transparent and accountable. 3 പോയിന്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കീവേഡ് ആലോചിക്കുന്നു. ഓക്കെ, ഞാൻ എപ്പോഴും CAയുടെ പിള്ളേരോടും പറയുന്ന ഒരു കാര്യമാണ്, റീകോൾ ചെയ്യുക, സ്റ്റഡി ചെയ്യുക, ലേൺ ചെയ്യുക, റീകോൾ ചെയ്യുക. ഇത് 3 ഡിഫറെൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കറക്റ്റായിട്ടുള്ള നമുക്ക് എക്സാം ഹാളിൽ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ബുക്കൊക്കെ ഒന്ന് അടച്ചു വെച്ച് കറക്റ്റായിട്ട് ഒന്ന് റീകോൾ ചെയ്ത് നോക്കണം, പറ്റുന്നുണ്ടോ നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഓക്കെ, എനിക്കറിയാം ഇത് ആ സമയമല്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ആലോചിക്കുക, എത്തിക്കലായിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതേപോലെ അക്കൗണ്ടബിൾ ആയിട്ട് ബിസിനസ് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം, ഗവേൺ ചെയ്യണം. ആൻഡ് ഓൾസോ ഇൻറ്റഗ്രിറ്റി വേണം. അപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ, ലോസസ് ഒക്കെ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. 2008 റിസഷൻ്റെ സമയത്താണ് ഈ പറഞ്ഞ രാമലിംഗം രാജു എന്ത് ചെയ്യുന്നത്, ഈ സത്യം കമ്പ്യൂട്ടേഴ്സ്, ബാക്കി എല്ലാ കമ്പനീസും താഴെ പോകുന്ന സമയത്തും സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഷെയർസിൻ്റെ വാല്യൂ മാത്രം മുകളിൽ പോകുന്നു. അവർ കാരണം ലോസസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. സോ അതാണ് പറയുന്നത്, ദിസ് പ്രിൻസിപ്പിൾ എൻഷുർസ് എത്തിക്കൽ ബിഹേവിയർ ഇൻ ഓൾ ഓപ്പറേഷൻ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്സസ് ഇസ് എ ബേസിക് ഓഫ് ബിസിനസ്സസ് ദാറ്റ് ആർ ഗൈഡിങ് ദെയർ ഗവേണൻസ് ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അക്കൗണ്ടബിൾ ആയിട്ട് മാറണം. എഫക്റ്റീവ് അഡോപ്ഷൻ, ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മേക്കിംഗ് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് ഓൺ ദ പെർഫോമൻസ്. ഓക്കെ, അക്കൗണ്ടബിൾ ആയിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്ക്ലോഷേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. സെക്കൻഡ് പോയിന്റ്, ബിസിനസ്സസ് ഷുഡ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ മാനർ ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ആൻഡ് സേഫ്. ഇതിലത്തെ ഏറ്റവും എക്സാമ്പിളായിട്ട് എനിക്ക് പറയാവുന്ന ഒരു സംഭവമാണ് വോക്സ് വാഗൺ സ്കാൻഡൽ എന്ന് പറയും. ഈ വോക്സ് വാഗൺ സ്കാൻഡൽ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന സംഭവം ഒന്ന്, അതായത് നോർമൽ കേസിനകത്ത് US തോന്നുന്നു, ഹാപ്പൻ ചെയ്ത് US എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതായത് അവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ പൊല്യൂഷൻ കറക്റ്റായിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെഷർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പൊല്യൂഷൻ ഈ പറയുന്നത് പോലത്തെ നിൽക്കണം.
അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ വണ്ടിയുടെ കേസിനകത്ത് നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. വോക്സ് വാഗൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്നവരുടെ പൊല്യൂഷൻ്റെ മെഷർ കൂടുതലാണ്. പക്ഷേ അവരെന്ത് വെച്ചാൽ അത് നമ്മുടെ ഈ പറയുന്ന അവരുടെ വണ്ടിയുടെ ഉള്ളിൽ ചെറിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു. വിച്ച് മീൻസ് ദാറ്റ് ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വണ്ടിയുടെ പെർഫോമൻസ് അത് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും. വണ്ടിയുടെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്തു വെച്ചാൽ അതിൻ്റെ പൊല്യൂഷൻ്റെ ഈ പറയുന്ന ലിമിറ്റ് വളരെ താഴെ നിൽക്കും. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വോക്സ് വാഗൻ ആരെ ചതിക്കുന്നത്? അവർ ചുമ്മാ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ്? സസ്റ്റൈനബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ളൊരു ഗുഡ്സ് ആണോ അവർ കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. ജോൺസൺ ഇപ്പോൾ ജോൺസൺ പ്രൊഡക്ട്സിൻ്റെ കേസിനകത്ത് ക്യാൻസർ വരും എന്നുള്ള രീതിയിലുള്ള സംഭവമൊക്കെ വന്നു അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് നമ്മൾ സസ്റ്റൈനബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യണം? കൊടുക്കണം. The principle emphasizes that business have to focus on safety and resource efficiency in design and manufacture of their products. Okay. The products have to be manufactured in such a way that by which it creates value by minimizing and mitigating its adverse impacts in its environment. നിങ്ങൾ ആലോചിച്ച് നോക്കി, വോക്സ് വാഗൻ്റെ കാറ് പോകുന്ന സമയത്ത് അതുകൊണ്ടല്ലേ RX-100 ഡബിൾ സിലിണ്ടറുള്ള വണ്ടികളൊക്കെ നിരോധിക്കുന്നതിന് മുൻപ് അവരായിട്ട് തന്നെ ആ രീതിയിൽ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം ചെയ്യണം. ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ അണ്ണൻ, നമ്മുടെ ആപ്പിൾ ഐഫോണിൻ്റെ ആൾ പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഈ പറയുന്നത് പോലെ തന്നെ ചാർജർ കൊടുക്കുന്നില്ല എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര സ്യൂഡോ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ പോയിന്റ് ഇത്രയാണ്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർക്ക് പ്രൊട്ടക്ഷൻ പ്രോസസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് സൊസൈറ്റി ത്രൂ ഓൾ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഫ്രം ഡിസൈൻ ടു ഫൈനൽ ഡിസ്പോസൽ. ദിസ് പ്രിൻസിപ്പിൾ എൻകറേജസ് ബിസിനസ് ടു അണ്ടർസ്റ്റാൻഡ് എവറി മെറ്റീരിയൽ സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ് അക്രോസ് ദിയർ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് വാല്യൂ ചെയിൻ. വാല്യൂ ചെയിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, റോ മെറ്റീരിയൽ ഫാക്ടറിയിലോട്ട് വരുന്നു, ഫിനിഷ് ഗുഡ്സ് ആയിട്ട് വരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ആ ഒരു വെർട്ടിക്കൽ ചാനലിനെ വാല്യൂ ചെയിൻ എന്ന് വിളിക്കുന്നത്. എല്ലാ സിറ്റുവേഷൻസിനകത്തും ആ രീതിയിലുള്ള ഒരു എന്ത് പ്രൊവൈഡ് ചെയ്യണം, സസ്റ്റൈനബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു ഐറ്റം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ്, ബിസിനസ് ഷുഡ് റെസ്പെക്ട് ആൻഡ് പ്രൊമോട്ട് വെൽ ബീയിങ് ഓഫ് ഓൾ എംപ്ലോയീസ് ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ ദിയർ വാല്യൂ ചെയിൻസ്. ഗോളം മൂവി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോളം മൂവിക്കകത്ത് അല്ലേ ദിലീഷ് പോത്തനല്ലേ എന്ത് പരിപാടിയാണ് കാണിച്ചത് അല്ലേ? എംപ്ലോയീസിൻ്റെ അടുത്ത് മരുന്ന് പരീക്ഷിക്കുന്ന പോലെയുള്ളൊരു പരിപാടി അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ ഓവർ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു പ്രൊജക്റ്റ് വന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ CMA ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡെഫിനറ്റ് ആയിട്ടും ഒരു കേസ് സ്റ്റഡി ലെവലിലൊക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ കമ്പനിക്ക് ഒരു പ്രൊജക്റ്റ് വന്നു, കമ്പനിക്ക് ഓവർ ടൈം ചെയ്യണം എംപ്ലോയീസിനെ കൊണ്ട്. അപ്പോൾ കമ്പനി വിചാരിക്കണം ഓവർ ടൈം ചെയ്യാം, അപ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ ചോദിക്കാൻ ഇത് എഴുതുന്നത്. ദിസ് പ്രിൻസിപ്പിൾ എൻക്ലോസ് ഓൾ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ആർ അബൌട്ട് ഇക്വിറ്റി, ഡിഗ്നിറ്റി ആൻഡ് വെൽ ബീയിങ് ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് ഡീസൻറ്റ് വർക്ക്. ഓക്കെ, ഇമ്മാനുവൽ മൂവിക്കകത്ത് നിങ്ങൾ കണ്ടില്ലേ അല്ല? ഇമ്മാനുവൽ മൂവിക്കകത്ത് എന്താ ചെയ്യുന്നത്? എംപ്ലോയീസിനെ പിരിച്ചു വിടുകയാണെങ്കിലും അന്തസ്സായിട്ട് പിരിച്ചുവിടും, അവരുടെ ഡിഗ്നിറ്റി അപ്ഹോൾഡ് ചെയ്ത് പിരിച്ചുവിടും. ഓക്കെ, ഫോർ എവറി എംപ്ലോയി ദാറ്റ് ഹൂ എൻഗേജ് വിത്തിൻ ദ ബിസിനസ് ഓർ വിത്തിൻ ദ വാല്യൂ ചെയിൻ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻ എ വേ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡൈവേഴ്സിറ്റി. ദി പ്രിൻസിപ്പിൾ ഐഡൻറ്റിഫൈസ് ദ വെൽ ബീയിങ് ഓഫ് എൻ എംപ്ലോയി ആൻഡ് ദ വെൽഫെയർ ഓഫ് ഹിസ് ഓർ ഹെർ ഫാമിലി. ഓക്കെ, വെൽഫെയർ ഈ പറയുന്നത് പോലെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ബിസിനസ് ഷുഡ് റെസ്പെക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻഡ് റെസ്പോൺസീവ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഈ പറയുന്നത് റെസ്പോൺസീവായിട്ട് മാറണം എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ദിസ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ് ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ഇൻ എൻ എക്കോസിസ്റ്റം ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബീങ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് എഫക്ട് നാച്ചുറൽ റിസോഴ്സസ്, ഹാബിറ്ററ്റ്സ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. വീണ്ടും റെസ്പോൺസിബിളായിട്ട് മാറണം എന്നുള്ളതാണ് പറയുന്നത്. കിറ്റക്സിൻ്റെ എക്സാമ്പിൾ അഗെയിൻ എടുക്കാം. This principle brings into light that businesses have a responsibility to maximize positive effects and minimize and mitigate the negative impacts of the products, operations and practices on the stakeholders. ഇതിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ മരട് ഫ്ലാറ്റൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ്, ചൈൽഡ് ലേബർ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഷ്റൂംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ അതിന് ലേബർ ലോസ് പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദി പ്രിൻസിപ്പിൾ ഐഡൻറ്റിഫൈസ് ദാറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ഇൻഹറന്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദീസ് ഗൈഡ് ലൈൻസ് ആർ അപ്ലൈഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ദി ഹ്യൂമൻ റൈറ്റ്സ് ആർ കൺസിഡർഡ് ടു ബി ഇൻഹറന്റ്, ഇൻഅലൈനബിൾ, ഇന്റർറിലേറ്റഡ്, ഇന്റർഡിപെൻഡൻറ്റ്, ഇൻഡിവിസിബിൾ. നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഫോക്കസ് ചെയ്ത് എഴുതിയാൽ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാലും ഓക്കെയാണ്. The principle is inspired, informed and guided by Constitution of India and the International Bill of Rights. UN ഒക്കെ recognize ചെയ്ത കാര്യമാണ് and recognizes a primacy of state's duty to protect and fulfill human rights. Okay. Next എന്ന് വെച്ചാൽ business should respect and make efforts to protect and restore the environment. ലോക്കൽ, റീജിയണൽ, നാഷണൽ, ഗ്ലോബൽ ലെവലിൽ അത് ചെയ്യണം. സോളാർ പാനൽ ഈ പറയുന്നത് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, ക്യാപ്റ്റീവ് കൺസംഷൻ, സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. Businesses when engaging in influencing public and regulatory policy should do so in a manner that is responsible and transparent എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കാനായിട്ടുള്ളത്. അതായത് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീവൻസസ് റിഡ്രസ് ചെയ്യാം. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം EV വരുന്ന സമയത്ത്
ഇലക്ട്രിക് വെഹിക്കിൾ വരുന്ന സമയത്ത് റേഞ്ച് ആൻസൈറ്റി ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള നല്ല ചാർജിങ് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻക്ലൂസീവായിട്ടുള്ള ഗ്രോത്ത്, ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. കട്ടപ്പാടി മറ്റ് പ്രദേശങ്ങൾ അവിടത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ലോഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ദ പ്രിൻസിപ്പൽ ടെസ്റ്റ് ദ ചലഞ്ചസ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ദാറ്റ് ആർ ഫേസ്ഡ് ബൈ ദി കൺട്രി ആൻഡ് എൻഹാൻസസ് നാഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റ് അജണ്ട according to the government policies and priorities. The principal mentioned the need for collaboration among business, government agencies and civil society in this development agenda. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അവരുമായിട്ടുള്ള പ്രോഗ്രാംസിന് സഹകരിക്കുക. This principle reiterates that business success, inclusive growth and equitable development are interdependent. ഇതെല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. ഹിയർ വാല്യൂ മീൻസ് വാട്ട്? യൂട്ടിലിറ്റി. വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്ടിലിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു, അതായത് അപ്പോളോ ടയേഴ്സ്, MRF ടയേഴ്സ്, സിയാറ്റ്, ഇവന്മാരെല്ലാവരും കൂടെ ഒരു കാർട്ടൽ തുടങ്ങി. ഓക്കെ, എന്തെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോമ്പറ്റീഷൻ ആക്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇത് എക്സാമ്പിൾ പറയും. എന്താ, മറ്റ് നമ്മുടെ അപ്രീഷ്യബിൾ അഡ്വേഴ്സ് എഫക്റ്റ് അല്ലേ, അപ്രീഷ്യബിൾ ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ്, കാർട്ടൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമേഴ്സിനെ ദ്രോഹിക്കാതിരിക്കുക, അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക. The principle is based on the fact that consumers that are safe to use, creating value for both. It recognizes consumers having freedom of choice for the usage of goods and services, and the enterprises strive to provide products that are safe, competitively priced, easy to use and safe to dispose of are the benefit of the customers. ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്നെ സംബന്ധിച്ച് ലാസ്റ്റത്തെ ടോപ്പിക്സിലോട്ടൊക്കെ കടക്കുവാണ്. ഞാൻ ഏകദേശം ഈ പറയുന്നത് പോലെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. 35 മിനിറ്റ് തീർക്കണമെന്ന് വിചാരിച്ചു, 35 മിനിറ്റ് ക്രോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 35 മിനിറ്റ് ആയിരുന്നു. പക്ഷേ പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി. ആക്ടിവിറ്റീസ് ഓർ എക്സ്പെൻഡിച്ചർ വിച്ച് ഷോൾ നോട്ട് ബി കൺസിഡർ CSR ആയിട്ട് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങൾ മുന്നേ ഒരു എക്സാമിന് ചോദിച്ച കാര്യമായിരുന്നു. പബ്ലിസിറ്റി ആക്ടിവിറ്റീസ് വിത്ത് ഓൺലി ഇൻറ്റൻഷൻ ടു അഡ്വർടൈസ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. പബ്ലിസിറ്റി ആക്ടിവിറ്റീസ് CSR ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന് പറയുന്നൊരു പരിപാടി. സ്പീക്ക് ഫോർ ഇന്ത്യ അത് അവരുടെ CSR ആക്ടിവിറ്റിയാണ്. നിങ്ങൾ പല ആൾക്കാരും കോളേജിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോയിട്ടുണ്ടായിരിക്കും. ഡിബേറ്റാണ്, പക്ഷേ അതൊരു പബ്ലിസിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് അവരുടെ ആൾക്കാരുടെ കോളേജ് സ്റ്റുഡൻസിൻ്റെയൊക്കെ സ്പീക്കിംഗ് സ്കിൽസൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ചുമ്മാ അഡ്വർടൈസ് ചെയ്യുക, പബ്ലിസിറ്റി സ്റ്റണ്ട് ആ രീതിയിൽ നടക്കുന്ന ഒരിക്കലും നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, CSR ആയിട്ട് പറയാൻ പറ്റില്ല. കംപ്ലൈൻസ് ഓഫ് റെഗുലേഷൻ ഗവൺമെൻറ് ഓർഡർ, പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക, ഫുഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ലാബ് സിസ്റ്റം കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതൊക്കെ ഓൾറെഡി ഗവൺമെൻറ് പറഞ്ഞതാണ്, അതൊരിക്കലും CSR ആയിട്ട് പറയാൻ പറ്റില്ല. എംപ്ലോയി ബെനിഫിറ്റ്സ്, എംപ്ലോയീസ് ഫാമിലി ബെനിഫിറ്റ്സ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എംപ്ലോയിയുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ എന്ത് ചെയ്തു, ഈ പറയുന്നത് പോലെ തന്നെ കോമ്പൗണ്ടിൽ പണിതു. എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ CSR പറ്റുമോ? പറ്റില്ല. എനിത്തിങ് ഡൺ ഇൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് എക്സെട്ര. ഇതും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്നത് പോലെ തന്നെ CSR ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന CSR കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു, സെറ്റാണ് എന്ന് എന്ത് ചെയ്യുന്നു കരുതുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ജസ്റ്റ് നോക്കി പോകാൻ പറ്റുന്ന ഐഡിയാസാണ്, വിഷയങ്ങളൊന്നുമില്ല. സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ്, ഓക്കെ ഫൈൻ. ബെനിഫിറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ബെനിഫിറ്റ് ഓഫ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഒരു 3 to 4 പോയിൻറ്റ്സ് ഇതിനകത്ത് പഠിക്കുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് വിത്ത് റിഗാർഡിങ് ടു അവർ ഏത് പോയിൻ്റാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ലാസ്റ്റ് വരെ കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കാണ് അടുത്തത് വേണ്ടത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു റിവിഷനൊന്നും അല്ല ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, 2 പേർക്ക് നമുക്ക് ഗ്രോ ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.